ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസം മുന്നേ ചുരിദാറിൻ്റെ സ്ലിറ്റ് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി, വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇന്നൊരു സ്ലിറ്റ് ടോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രിക്ക് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ, നല്ല സക്സസ് ആവുമോ, ഫിനിഷിങ്ങിൽ കിട്ടുമെന്ന് നോക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കണ്ട വീഡിയോയിൽ ലൈനിങ് ഇല്ലാത്തൊരു ടോപ്പിനാണ് കേട്ടോ സ്ലിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ലൈനിങ് കൂടെ വെച്ചിട്ടുള്ളൊരു ടോപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ലൈനിങ് ഉള്ളതിലും നമുക്ക് ആ ട്രിക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിയണമല്ലോ, അങ്ങനെ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അതായത് ഫസ്റ്റ് ഈ 1 ഇഞ്ച് മടക്കി വെച്ചിട്ട് അതിൻ്റെ എഡ്ജ് കൂടി ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു വി ഷേപ്പിൽ, ഒരു എഡ്ജ് വരുമ്പോഴത്തേക്ക് വി ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു വി ഷേപ്പിൽ വി പോലെ ഇങ്ങനെ കുത്തി നിർത്തി സ്റ്റിച്ച് ചെയ്ത് തിരിച്ചെടുക്കുക. 1 ഇഞ്ച് കറക്റ്റ് മടക്കി വെച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കണ്ട ചാനലിൻ്റെ പേര് മാളൂസ് ടൈലറിങ് ക്ലാസ്സിന് ഷാർജയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു സബ്സ്ക്രൈബറാണ്, എല്ലാ വീഡിയോസും കാണാറുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇതുപോലെ പറയാത്തൊരു ട്രിക്കാണെന്ന് കണ്ടപ്പോൾ ഞാൻ കയറി നോക്കിയതാട്ടോ. പക്ഷേ നല്ല അടിപൊളി ട്രിക്കാണ്, എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നി. കാര്യം മറ്റേത് എനിക്ക് ഒരുപാട് ടൈം എടുക്കാറുണ്ട് സ്ലിറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ ടോപ്പിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ചേച്ചി ഇതുപോലുള്ളൊരു ട്രിക്ക് പറഞ്ഞു തന്നതിന്. പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ചേച്ചി നല്ല അടിപൊളി ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് ആ ചാനലിൽ പോയി കാണുക കേട്ടോ. അപ്പോൾ അതിനുശേഷം ചേച്ചി പറയുന്നത് 1 ഇഞ്ചിൽ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് എടുത്തിട്ട് ആ 1 ഇഞ്ച് ഇങ്ങനെ ഒരൊറ്റ മടക്കിട്ട് അകത്തോട്ട് വെച്ചിട്ട് അതും കൂടി ഒന്ന് സെൻറ്റർ എഡ്ജ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ, വെരി സിമ്പിളാട്ടോ. മറ്റേത് ഞാൻ മുട്ടുപിന്നെ കുത്തി കുറേ ടൈം പിടിക്കാറുണ്ട്. ഇപ്പോൾ കോട്ടൺ ക്ലോത്തും കൂടെയാണ്, അതുകൊണ്ട് നല്ല സ്റ്റിഫായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് ക്ലോത്ത് ആണെങ്കിലും എനിക്കൊന്ന് നന്നായിട്ട് വർക്കാവുന്നൊരു ടിപ്പാട്ടോ. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് മൊത്തം ചേച്ചിക്കാണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ പോയി കയറി നോക്കുക. അപ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും പാടുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് സ്ലിറ്റ് തന്നെ ആയിരിക്കും, സ്ലിറ്റ് ടോപ്പിൽ. കാരണം ഒന്നും ചിലപ്പോൾ എവിടെയെങ്കിലും വീതി കൂടിപ്പോവുക, വീതി കുറഞ്ഞു പോവുക, മുകളിലെത്തുമ്പോൾ ഇതുപോലെ കറക്റ്റ് കിട്ടാതിരിക്കുക. ഇവിടെയൊക്കെ സ്ക്വയറിലാണ് വരുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ ഒന്ന് മടക്കി വെച്ചിട്ട് സ്ക്വയറിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും പാടാണ്, പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കുക. സ്ലിറ്റൊന്നും ഒരു പാടേ അല്ലാത്ത പോലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഫിനിഷ് ലുക്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ.